ക്രിസ്ത്യാനികളുടെ ദൈവത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ജോലി. ആ ധ്യാന കേന്ദ്രത്തിൽ ഏകദേശം ഒരു 15 വട്ടോളം പറഞ്ഞു, നിന്നിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ നിനക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാവും, ഇടി മിന്നണ പോലെ ഒരു അനുഭവം ഉണ്ടാവും, തീ ഗോളം ഇറങ്ങി പോകുന്ന ഒരു അനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം അവരോട് ക്രിസ്ത്യാനികളോട് പറഞ്ഞ് കളിയാക്കിയപ്പോ ഈ ക്രിസ്ത്യാനികൾക്കും വിശ്വാസമില്ലല്ലോ, അവരും എൻ്റെ കൂടെ നിന്ന് കളിയാക്കി. സത്യം, അത് ഇലക്ട്രിസിറ്റിയുടെ മന്ത്രിയാ ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ കളിയാക്കിയിരുന്ന ഞാനിവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോ 10 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോഴേക്ക് ഒരു ഇടിമിന്നലിന്റെ ഒരു വെളിച്ചവും ഒരു ഇടിമിന്നൽ പോലത്തെ ഒരു സാധനം തലേക്ക് വന്ന് ഇറങ്ങി ഷോക്കടിക്കാൻ തുടങ്ങി, താഴോട്ടും മേലോട്ടും പോകാൻ തുടങ്ങി. അന്ന് നേരം വെളുത്ത് ഓർമ്മ വന്ന് ഞാൻ നോക്കുമ്പോൾ 5:15 മണിക്കും ഞാൻ മുട്ടിൽ നിൽക്കുകയാണ്. എൻ്റെ ബോധം നശിച്ചിരുന്നു. അന്ന് മുതൽ എൻ്റെ ദൈവത്തോടു കൂടെ ഞാൻ ചേർന്ന് നിൽക്കുക. എന്ന് ഞാൻ എൻ്റെ യേശുവിനെ കണ്ടുമുട്ടിയോ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പട്ടിണി കിടന്നിട്ടില്ല. 1 സെന്റ് സ്ഥലം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഈശോനോട് പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് 1 സ്ക്വയർ ഫീറ്റ് സ്ഥലമെങ്കിലും എനിക്ക് തന്ന് അനുഗ്രഹിക്കണമെന്ന്. പക്ഷേ കർത്താവ് ഏക്കർ കണക്കിന് സ്ഥലവും 1.5 കോടിയുള്ള ഒരു ഭവനത്തിൽ നിന്ന് ഇന്ന് ഇറങ്ങി വന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വചനം പ്രഘോഷിക്കാൻ ഒരു കഴിവുമില്ലാത്ത ഈ കഴുതയെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്.